അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് സാധനങ്ങൾ. ആ സാധനങ്ങളുടെ ഫ്രണ്ടിലാണ് എൻ്റെ ഫ്രണ്ടിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പം കുറേ സാധനങ്ങളുണ്ട്. കുറേ കൂടുതലും ഫുഡ് ഐറ്റംസും കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഞാൻ ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം. കാര്യം ഇത് കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇത് സാരി. അത് ഞാൻ പൊട്ടിച്ചേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഈ സാരി ഞാൻ എൻ്റെ കോളേജിലെ, അത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ നേരത്തുള്ള ആ ഇയർ ആയിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ ആ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാരിയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തു വിട്ട ചുരിദാറാണ് മേടിച്ചു കൊടുത്തു വിട്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബറിൽ. അത് ആ ടൈമിലാണല്ലോ ഓണം. അപ്പോൾ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്കും ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ എല്ലാ പ്രാവശ്യവും എനിക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും മേടിച്ച് തരാറുണ്ട്, പ്ലസ് ഓണക്കോടിയായിട്ട്. അപ്പോൾ ഇത് ഞാനില്ലാത്തതുകൊണ്ട് അമ്മ കൊടുത്തു വിട്ടതാണ്. നല്ലൊരു കുർത്തി സെറ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇട്ട് നോക്കി, ഇത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കാര്യം ഇങ്ങനത്തെ കളർ എനിക്കില്ല, അങ്ങനെ കൊടുത്തു വിട്ടതാണ്. ഇവനും ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു ഷർട്ടായിരുന്നു, അത് അവ ഇട്ടു. പിന്നെ പിന്നെ അമ്മ അതിൻ്റെ കൂടെ തന്നെ സേഫ്റ്റി പിന്നും പൊട്ടും കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. സാരി കൊടുക്കാൻ സേഫ്റ്റി പിൻ വേണം, പിന്നെ പൊട്ട്. ഞാൻ ഈ ടൈപ്പ് പൊട്ടാട്ടോ ഇടുന്നത്, കറുത്ത ടൈപ്പ് കുഞ്ഞ് ടൈപ്പ് പൊട്ട ഇടുന്നത്, അങ്ങനെ പൊട്ട്. ഓക്കെ, പിന്നെ ഇത് ഓണത്തിന് ഇടാനായിട്ട് ദിരിചേട്ടൻ്റെ അവിടെ നിന്ന് ദിരിചേട്ടൻ്റെ അമ്മ മേടിച്ച സ്കേർട്ടും ബ്ലൗസുമാണ്. ഓക്കെ, ഇത് അങ്ങോട്ട് കിടക്കട്ടെ, ബെഡിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് കാണിക്കാം. പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച്. കുക്കറൊക്കെ അത് ഞാൻ പുറത്തെടുത്തു കേട്ടോ, അത് അതിഞ്ഞെടുത്തു, അതുകൊണ്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. കുക്കറും പിന്നെ അപ്പപ്പാനും അങ്ങനത്തെ കുറച്ച് ചായപാത്രം, അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് സ്പൂണും ഒക്കെ. ഇത് നെയ്യ്, മിൽമയുടെ നെയ്യാണ്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട നെയ്യാണ്. എന്ന് വെച്ചാൽ 2 വീട്ടിലെ സാധനങ്ങളുണ്ട്, എൻ്റെ വീട്ടിലെ സാധനങ്ങളുണ്ട്, അവൻ്റെ വീട്ടിലെ സാധനങ്ങളുണ്ട്. 2 സെപ്പറേറ്റ് കൊടുത്തു വിട്ട സാധനങ്ങളാണ്. പിന്നെ ഇത് സോനാപാപ്പടി നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനം, അങ്ങനെ സോഫ്റ്റ് പോലെ ഇരിക്കുന്നത്. ഞാൻ ഇതങ്ങനെ അധികം കഴിക്കാറില്ല, പക്ഷേ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ സിസ്റ്റർ ആർച്ച തൊട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവളിപ്പം അച്ഛനമ്മയും വരുന്നതിന് മുൻപായിട്ട് അവൾ ഒരു ഇന്ത്യൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അവൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നേ സോനാപാപ്പടി. എൻ്റെ അനിയത്തിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കിട്ടിയതാണ് സോനാപാപ്പടി. ഓക്കെ, പിന്നെ ഇതെല്ലാം ഇതാണ് മസാല ഐറ്റംസ് ആണ്. നമ്മുടെ സാമ്പാർ മസാല, രസം, പിന്നെന്തൊക്കെയാ, ചുക്കാപ്പിയുടെ പൊടിയുണ്ട്, കടുകുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാ കമ്പനിയുണ്ട്. ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഇവിടെ മേടിക്കാൻ കിട്ടും, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ബൾക്കായിട്ടിരിക്കുന്നതാണല്ലോ നല്ല, അങ്ങനെ. പിന്നെ ഇത് കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം. ഞാൻ ഈ സാധനം കഴിക്കാറില്ല, പക്ഷെ ഇവൻ ചോറിൻ്റെ കൂടെയും ഒക്കെ ഇതാക്കി കഴിക്കാറുണ്ട്, അങ്ങനെ. അടുത്ത വീണ്ടും നിറബറയുടെ മസാലപ്പൊടി. പിന്നെ ഇത് മാങ്ങ ഉണക്കിയത്, മാങ്ങ അരിഞ്ഞ് മറ്റേ വെയിലത്തിട്ട് ഉണക്കി കൊണ്ടുവരത്തില്ല, അങ്ങനെ ഉണക്ക മാങ്ങ. അതാണ് നല്ല കഴിക്കാൻ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല. അടുത്ത സെറ്റ് വീണ്ടും ചിക്കൻ മസാല. ഇത് കാഷ്യൂ, ഇത് കൊടുത്തു വിട്ടയാണ് കാഷ്യൂ. പിന്നെ ഇത് കരിപ്പോട്ടി എന്തിനാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി കരിപ്പോട്ടി ഇട്ടാണ് കുടിക്കേണ്ടത് ആണ്. ആ കരിപ്പോട്ടി അല്ലെങ്കിൽ ശർക്കര, എനിക്കറിയില്ല, അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പം ദിരിചേട്ടൻ്റെ അമ്മ കൊടുത്തു വിട്ടയാണ് കൊണ്ടുവന്നതാണ് റാഗിപ്പൊടി. ഇതുപോലത്തെ ഒരു സെറ്റും കൂടെ ഉണ്ട്, ഞാൻ കിച്ചണിൽ വെച്ചിരിക്കുക. ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ കിച്ചണിൽ കൊണ്ട് വെച്ചു. അപ്പം ഇതിട്ട് കുടിക്കാനുള്ള 2 കരിപ്പൊട്ടിയും റാഗിപ്പൊടിയും. പിന്നെ ഇത് പപ്പടം, കുറേ പപ്പടം, ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ പപ്പടം വേണമല്ലോ. സ്പൈസസ് ആണ്, അതായത് ഗരം മസാലയുടെ കൂട്ട്. അപ്പോൾ സ്പൈസസ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് സ്പൈസസ് ആയിട്ട് മാത്രം മതി, പൊടിക്കേണ്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പൈസസിൻ്റെ സെപ്പറേറ്റ് ആവശ്യമുണ്ട്. കാര്യം നമ്മൾ റൈസ് ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ സ്പൈസസ് സെപ്പറേറ്റ് ഇടാനായിട്ട്, അതുകൊണ്ട് ഇത് പൊടിച്ചിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ പൊടിക്കാം, നമുക്കല്ലാതെ എടുക്കാനായിട്ട്. പിന്നെ ഇത് പൊടി ഐറ്റംസ് ആണ്. മഞ്ഞപ്പൊടിയുണ്ട്, വീണ്ടും മഞ്ഞപ്പൊടിയുണ്ട്, പിന്നെ അതിൽ തന്നെ മുളക് പൊടി ഇടുന്നുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുരുമുളകുണ്ട്, കുരുമുളകുണ്ട്. ഇതാണല്ലോ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഇതൊക്കെ പാത്രങ്ങൾ.
ഇത് അരി ഊറ്റുന്ന പാത്രം, നമുക്ക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പാത്രം. അങ്ങനത്തെ കുറേ സെറ്റ് പാത്രമുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമേ എടുത്തായിരുന്നു. അയ്യോ ഇതുപോലത്തെ ഉണ്ട്, കണ്ടോ കണ്ടോ. വീണ്ടും പൊടികൾ, രസം, അപ്പപ്പൻ. ഓക്കെ, ധീരചേട്ടൻ്റെ അച്ഛനും അമ്മയായിട്ടോ വന്നത്. എൻ്റെ അച്ഛനും അമ്മയല്ലേ, ധീരചേട്ടൻ്റെ അച്ഛനമ്മയാണ് വന്നത്. അപ്പോൾ അവർ 5 ദിവസത്തേക്ക് വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഹായ്, ഇത് പക്കാവടയുണ്ട്, മിച്ചറുണ്ട്, പിന്നെ മുറുക്കുമുണ്ട്. ഇത് ധീരചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അവിടെ അതായത് ധീരചേട്ടൻ്റെ അമ്മയുടെ അമ്മ പലഹാരങ്ങൾ ഇടും. അമ്മച്ചിയമ്മ കേട്ടോ ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അമ്മച്ചിയമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടേ. ഇത്രയും പക്കാവടയും ഇത്രയും മിച്ചറും. ഇതെല്ലാം തിന്നും. ഇത് നമ്മൾ മറ്റേ വറ്റൽ സാധനം, ഇങ്ങനെ പല കളറിലാണ്, പല ഷേപ്പിലുള്ള എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് തിന്നുന്ന സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഇത് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. അതിന് നിങ്ങളുടെ എന്തൊക്കെ ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരിട്ടാന്നൊന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല. ദെൻ കപ്പലണ്ടി മിഠായി, കുറേ കപ്പലണ്ടി മിഠായി കേട്ടോ. ഇത് പുളിമിഠായി. പുളിമിഠായി അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. കാര്യം ഇതെല്ലായിടത്തും നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഈ പുളിമിഠായി എന്ന് പറയുന്നത്. പിന്നെ ഇത് തേമിഠായി. ഇനി ഒരു സെറ്റ് തേമിഠായിയും കൂടെ ഉണ്ട്, അത് എന്ത് ചെയ്യുന്നോ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മുറുക്ക്. നമുക്ക് തേമിഠായി ഒരെണ്ണം തിന്നാം, അത് പൊട്ടിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം തിന്നുന്നത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പലഹാരം, ഇത് കേക്ക്, പൂക്കേക്കാണ്. സുപ്രീം ബേക്കറിയുടെ കേക്കാണ്. കൊല്ലത്തെ സുപ്രീം ബേക്കറി, കൊല്ലംകാരുണ്ടെങ്കിൽ കൊല്ലംകാർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. കൊല്ലത്തൊന്നല്ലെന്ന് തോന്നുന്നു, സുപ്രീം ബേക്കറി എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഡൗട്ടാണ്. പക്ഷെ ഞാൻ കൊല്ലം ആ ഏരിയയിൽ കണ്ടിട്ടുള്ളൂ. കൊട്ടാരക്കര ഒരെണ്ണമുണ്ട്. കൊല്ലത്ത് ഞാൻ പലയിടങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് സുപ്രീം ബേക്കറിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുപ്രീമിൻ്റെ ഫുഡെല്ലാം നല്ല എ ക്ലാസ് ഫുഡാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പൂക്കേക്കാണ്. അതേപോലെ തന്നെ അവിടെ നിന്നുള്ള അടുത്ത തേമുട്ടായി ജിലേബി ഉണ്ട്. ജിലേബി, പിന്നെ ചക്കവറ്റലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണിക്കുന്നില്ല, കാര്യം പാതിയായി തീർന്ന്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള 2 സാധനം, അതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കുന്നത്. അതായത് ഈ എഴുത്താണി എന്ന് പറയുന്ന ഷോപ്പില്ലേ, എഴുത്താണി കൊല്ലത്ത് കല്ലന്താഴത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് എഴുത്താണി. അപ്പോൾ അവർ തന്നെ ഇടുന്ന, അവരുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടായിരുന്നു, കേക്കും പലഹാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫേമസ് ആയിട്ടുള്ള വെട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു, കാര്യം പനലായി പോകുമെന്ന് പേടിച്ചത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അലുവ ഉണ്ടായിരുന്നു. അലുവ എൻ്റെ ഫേവറേറ്റ് ആണ്. അലുവ 2 ടൈപ്പ് കളർ അലുവ ഉണ്ടായിരുന്നു, റെഡും ബ്ലാക്കും. അതും ഫ്രിഡ്ജിൽ വെച്ചു. ഇത് പാതിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും, കാര്യം ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണമല്ലോ. സോ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ബാക്കി ഇത്രയേ ഉള്ളൂ. പിന്നെ പാത്രങ്ങളും ഒക്കെ ആയിരുന്നു. പാത്രങ്ങൾ അത്യാവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ മെഡിസിൻസ് ആയിരുന്നു, അത് മാറ്റി. പിന്നെ ഈ സ്കേർട്ടും ബ്ലൗസും കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മാലയും കമ്മലും ഉണ്ടായിരുന്നു. അത് എവിടെയോ ഇതിനകത്ത്, അത് കബോർഡിലാണോ എവിടെ ഞാൻ വച്ചു. അതൊക്കെ ഞാൻ എവിടെ എടുത്ത് മാറ്റിയത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. തലയിൽ തേക്കാനായിട്ട് ധാത്രിയുടെ എണ്ണ, പിന്നെ കാഫൈൻ്റെ ഒരു ബോഡി സ്ക്രബ്, ബോഡി ബട്ടർ, മിനിമലിസ്റ്റിൻ്റെ സെറം, അതൊക്കെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. ഓക്കെ, എടുത്ത് വെച്ചാൽ തൊട്ടൊന്നും കാണിക്കാത്ത. അപ്പോൾ അല്ലാണ്ട് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. എല്ലാം നിരത്തിയിട്ട് ഇതിന് തിരിച്ചെടുത്ത് എങ്ങനെ വയ്ക്കുമെന്നോ എനിക്കറിയില്ല. അപ്പോൾ കുറേശ്ശെ തിന്നാനുള്ള സാധനങ്ങളുണ്ട്. ആൻഡ് വൺ മോർ തിങ് ഈസ്, ഞങ്ങൾ വളരെ പ്രതീക്ഷിച്ചാട്ടോ അവർ എയർപോർട്ടിൽ പോയി ഞങ്ങൾ പിക്ക് ചെയ്യണം, അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ ഇല്ലേ, നമ്മുടെ ഇത് സെൻട്രൽ ലൈൻ, ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ സെൻട്രൽ ലൈനും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ട്രെയിനുകളൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം ഡിലേ ആക്കും. അപ്പോൾ ഞങ്ങൾ കയറി ഇരുന്നപ്പോഴത്തേക്കും അത് ഭയങ്കര ഡിലേ, പാതി വഴിക്ക് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്തത്. ഹീത്രൂ എയർപോർട്ട് വരെ അത് പോയില്ല, പാതി വരെ പോയുള്ളൂ. സോ നമുക്കവരെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനുള്ളത് പറ്റില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ തനിയെ വന്നിട്ട് നമ്മൾ പാതി വഴിക്ക് വെച്ചിട്ടാണ് നമ്മളവരെ മീറ്റ് ചെയ്തത്. അതുവരെ നമ്മളവരെ മീറ്റ് ചെയ്തിട്ട്, അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, നമ്മൾ അവൻ്റെ പ്ലാൻ അനുസരിച്ച് പോയതാ, അതുകൊണ്ടത് നടന്നില്ല. ഓക്കെ,
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ അച്ഛനും അമ്മയാണ് ഒരു 5 ദിവസത്തേക്ക് വന്നതാണ്. പിന്നെ ഞാൻ പലപ്പോഴും ഞാനത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേറൊരു ഒന്നുമല്ല, ഞങ്ങൾ മാരീഡ് അല്ല. അത് ഞാനിപ്പോൾ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ ഓക്കെ, എനിക്ക് 2 ഫാമിലി, എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് അവൻ്റെ ഫാമിലി. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളിപ്പം എന്തായാലും മാരീഡ് അല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ലിവിങ് ടുഗദർ ആണ്. ലിവിങ് ടുഗദർ ഒന്നും പറയാൻ പറ്റുമോ? ഓക്കെ, ലിവിങ് ടുഗദർ ആണ്. കാരണം ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു, നാട്ടിൽ വെച്ച് റിലേഷൻഷിപ്പിലായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ 2 വീട്ടുകാർക്കും ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ റിലേഷൻ. അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഇവൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ജസ്റ്റ് ഒരു എൻഗേജ്മെൻ്റ് ആയിട്ടല്ല, പക്ഷേ ഞങ്ങളുടെ ഹിന്ദുസിൻ്റെ ഇടയിൽ വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ആ ബന്ധുക്കളൊക്കെ നിന്നിട്ട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ലിവിങ് ടുഗദർ നിൽക്കുമ്പോൾ പേരൻസ് അധികം അക്സെപ്റ്റ് ചെയ്ത് തരാറില്ല. പക്ഷേ ഞങ്ങളുടെ 2 വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ലിവിങ് ടുഗദർ ആയിട്ട് നിൽക്കുന്നത്. മാരേജൊക്കെ പിന്നെ ഉള്ളൂ. കാര്യം ഞങ്ങളൊന്ന് ജോബൊക്കെ മേടിച്ച് സെറ്റായതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ടൈം ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. എനിക്കറിയില്ല, നിങ്ങൾ വരുന്നതിന് മുമ്പ് 2 വർഷം എന്നൊക്കെയാണ് സമയം പറഞ്ഞ്. പക്ഷെ ഞങ്ങൾക്ക് ജോലി മേടിക്കാതെ കല്യാണത്തിലോട്ട് പോകുന്നില്ല എന്നുള്ള പ്ലാനാണ്. അപ്പോൾ റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വ്ളോഗായിട്ട് വന്ന് ഇടുന്ന ഒരു സ്റ്റോറി എന്ന രീതിയിൽ അത് പറയുന്നതായിരിക്കും വേണമെങ്കിൽ. അല്ലെങ്കിൽ ഞാനത് അങ്ങനെ അതിനെപ്പറ്റി വെറുതെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഒരു വിസിറ്റിങ്ങിന് വേണ്ടി ഞങ്ങളെ കാണാൻ വന്നതാണ്. ലാസ്റ്റ് ഇയറും വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാനിവിടെ ഇല്ലായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഇയറും അച്ഛൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അമ്മയും കൂടെ വന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഓവറായിട്ടുള്ള സംസാരമാണ്, സോറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നാളെ മുതലൊക്കെ ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുക. ഓക്കെ, ബൈ.